ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ജപമാകാം, വ്രതാനുഷ്ഠാനങ്ങളാവാം, അതുപോലെ ക്ഷേത്രാടനങ്ങൾ, തീർത്ഥാടനങ്ങൾ. നമ്മളൊക്കെ ഇന്ന് തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യുന്നത് ഭക്തന്മാർ ചെയ്യുന്ന പോലെയാണോ എന്നുള്ള സംശയമാണ്. യഥാർത്ഥത്തിൽ തീർത്ഥാടനത്തിൽ കൂടിയൊക്കെ എന്താണ് ഇതെല്ലാം തീർത്ഥാടനമായാലും ക്ഷേത്രാടനമായാലും ജപമായാലും വ്രതമായാലും എന്തൊരു അനുഷ്ഠാനങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ആ പരിപൂർണമായിട്ടുള്ള ഒരു ശാന്തിയാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും തീർത്ഥാടനങ്ങളിൽ പോകുന്നതിന്റെ ഉദ്ദേശം സ്ഥലം കാണുക എന്നുള്ളതല്ല. നമ്മളുടെ പരമമായിട്ടുള്ള ശാന്തി നമുക്ക് ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് കിട്ടാതെ വരുമ്പം അതിനുള്ള സാഹചര്യങ്ങൾ, കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. ഹിമാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ സാഹചര്യം ഉണ്ടാകും ഈ ഒരു ഏകാഗ്രതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാഹചര്യം. അതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോളണം നിർബന്ധവും ഇല്ല. അത് അങ്ങനെ അല്ലാതെ പോയിട്ട് കാര്യവുമില്ല അല്ലേ. അപ്പം കൃതന്മാരായി കഴിഞ്ഞാല്, സജ്ജനങ്ങളായി കഴിഞ്ഞാൽ, ഇപ്പം പിതൃന്റെ കാര്യം പറയുന്നുണ്ടല്ലേ, തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്ഥേന പറയുന്നുണ്ട് അവിടെ. എന്താ ശരിക്കും വിതുരനൊക്കെ ഓരോ തീർത്ഥങ്ങളിലേക്കും ചെല്ലുന്നത് അവിടെയുള്ള മാലിന്യങ്ങളെ മാറ്റി അത് തീർത്ഥീകരിക്കുക. ഇങ്ങനെയുള്ളവർ അവിടെ ചെല്ലുമ്പോഴാണ് അത് തീർത്ഥമായിട്ട് മാറുന്നത്. അപ്പൊ മള്ളിയൂർ എന്ന് തീർത്ഥാടന കേന്ദ്രമായി മാറിയത് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. എല്ലായിടത്തും ഇല്ലങ്ങളിലൊക്കെ ഗണപതിയുണ്ട്, ഗണപതി വെച്ച് പൂജിക്കുന്നുണ്ട്, ആ തേവാരം കഴിക്കുന്നുണ്ട്. എന്തേ അത് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയത്? എന്തേ അങ്ങനെ മാറാൻ കാരണം? അദ്ദേഹത്തിന്റെ ഉപാസനയിലൂടെ ആ ഒരു അന്തരീക്ഷം അവിടെ വന്നു. അവിടെ ചെല്ലുമ്പം അദ്ദേഹമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, സത്സംഗമാണ്. ആ സത്സംഗത്തിലൂടെ അത് ഇതായി മാറും. ഗുരുവായൂർ അത് തന്നെ, ഗുരുവായൂർ അവസ്ഥ ഇത് തന്നെയാണ്, എല്ലായിടത്തും ഇത് തന്നെ. അപ്പം തീർത്ഥാടനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമ്മളുടെ മനസ്സിന്റെ ഭാവത്തിന്റെ മാറ്റമാണ് ശരി. നമുക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ തീർത്ഥാടനം അല്ല എന്നുള്ളത് അല്ലേ. ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണ് മനസ്സിൽ ടെൻഷൻ അടിച്ച് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ശരിക്കും പൊതുവേ തോന്നാറുണ്ട്, ഗുരുവായൂരൊക്കെ വന്നു കഴിഞ്ഞാല് രാവിലെ നിർമാല്യം തൊഴാൻ പറ്റിയതെന്ന് ആകെ എന്തൊക്കെയോ പ്രശ്നം പോയത്. ഞാൻ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാം വിട്ട് സമാധാനമായിട്ടാണ് ഗുരുവായൂർക്ക് വരുന്നത് അല്ലേ. ഇവിടെ വന്നിട്ട് ഈ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ എന്താ കാര്യം അതിന്? ആലോചിച്ച് നോക്കുക. അപ്പം അതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ വരുമ്പം ഇവിടുത്തെ ഒരു അന്തരീക്ഷം നമ്മളുടെ മനസ്സിനെ എന്തെന്നില്ലാത്ത ഒരു സമാധാനത്തിലേക്ക് എത്തുക. ഈ സമാധാനം കെടുത്തലാണ് നമ്മുടെ ഈ ടെൻഷൻ അല്ലേ. ആലോചിച്ച് നോക്കൂ, ഈ സമാധാനം കെടുത്തലാണ്. അപ്പൊ ഈ ഇന്നത്തെ നമ്മളുടെ ഈ സത്സംഗത്തിന്റെ കാര്യം പലരും ഇങ്ങനെ ചോദിച്ചു, ഇതിനെ ആരും ഇല്ലാതെ എങ്ങനെയാണ്? ആരും വേണ്ടല്ലോ, എന്തിനാ ആള് വേണത്? ആളല്ലല്ലോ ശരിക്കും അല്ലേ. നമ്മൾ ആ ഒരു കാര്യം തീരുമാനിച്ചങ്ങ് നടത്തുക എന്നുള്ളത്, അവിടെ അതിനെ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഭക്തന്മാര് ഇതുപോലെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്, വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ഇന്ന് ശരിക്കും കാമ്യമാണ്, യാതൊരു സംശയത്തില്ല അല്ലെ. തിങ്കളാഴ്ച വ്രതമാണേലും വ്യാഴാഴ്ച വ്രതമാണേലും അല്ലെ, മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഓരോരോ കാമ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയും ശരിക്കും ആ വ്രതത്തില് യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തന്റെ വ്രതം അല്ല. ഇപ്പൊ പ്രിയവ്രതന്റെ ഒക്കെ, പ്രിയവ്രതം എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ വരുന്നതിന്റെ വ്രതത്തിനോടുള്ള താല്പര്യമാണല്ലോ. ആ വ്രതം എന്താ ശരിക്കും? പ്രിയവ്രതനൊക്കെ എന്താണ്? ഈ കർമ്മത്തെ ഈശ്വരനായിട്ട് കണ്ട് കർമ്മമില്ലാതെ ജീവിതം അല്ലെ. അതുകൊണ്ടാണല്ലോ രാത്രിയിലും കൂടെ ആൾക്കാർ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അല്ലെ ആ സമയത്ത് കൂടെ കർമ്മം ചെയ്യണം എന്നുള്ളൊരു. അപ്പം അവിടെ മനുഷ്യജന്മത്തിന്റെ ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരലോട് ഉറപ്പിക്കലാണ് ശരിക്കും. അപ്പൊ പ്രിയവ്രതന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു ശരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ലക്ഷ്യം ഏതായാലും, ക്ഷേത്രാടനായാലും തീർത്ഥാടനായാലും, അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ആരാധനകളുടെ ലക്ഷ്യം ഇതായിരിക്കണം എന്ന് പറയാം. ആ ലക്ഷ്യം നമ്മൾ മറക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻ വരുന്നത് അല്ലെ. പലതരത്തിലുള്ള ടെൻഷൻ വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ഗുരുവായൂരോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹിമാലയത്തിലോ ബദരിയിലോ ഒന്നും പോകണം നിർബന്ധമൊന്നും ഇല്ല ശരിക്കും. ശരിക്കും പോകണം നിർബന്ധമൊന്നുമില്ല. എല്ലാവരും പോകുന്നതുകൊണ്ട് എത്ര ഫേമസാണെന്ന് പറയാനുമില്ല അല്ലേ. ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെങ്കിൽ അത് മതി. നമുക്കത് പറ്റാതെ എവിടെ ചെന്നാലേ ഇത് പറ്റുക എന്നുള്ള അന്വേഷിച്ചാണ് ഈ പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഈ ടെൻഷൻ അടിക്കാനാണ് നേരമെങ്കിൽ ഒരു പ്രയോജനമില്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ടിക്കറ്റ് അപ്പം
അപ്പൊ നല്ല അപ്പൊ നമ്മളുടെ പ്രധാനമായിട്ടുള്ള വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് എപ്പോഴും ശാന്തമാക്കാൻ നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് എത്രയായാലും ഇത് ടെൻഷൻ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ആ ടെൻഷൻ ഇല്ലായകയാണ് സത്യത്തിൽ ഭാഗവതം മനസ്സിലാക്കുന്നതുകൊണ്ട് കിട്ടേണ്ട പ്രയോജനം. അതാ ടെൻഷൻ ഇല്ലായ്മയാണ്. അതെങ്ങനെ ഇല്ലാണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നതെന്നുള്ളൊരു സത്യം മനസ്സിലാക്കി അല്ലേ. അഹമ്മമാഭിമാനോ കാമലോപാധിപർ ഞാൻ എന്നുള്ള ഭാവം തന്നെ അതൊക്കെ. നമുക്ക് ഈ ഞാൻ എന്നുള്ള ഒരു ഭാവം എന്നുള്ളത് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അല്ലെ നമ്മൾ വിചാരിക്കുന്നത് ഞാനാണ് എല്ലാം എന്നുള്ള രീതിയിലേക്ക് അല്ലെ എന്ന് പറയുന്നതൊക്കെ ഇതാണ്. പക്ഷെ ഈ സൽക്കർമ്മങ്ങളിൽ പോലും നമുക്ക് അഹംഭാവം വരിക. ആലോചിച്ച് നോക്കണേ, അതാണ് ശരിക്കും. അപ്പൊ സത്യത്തിൽ ഇതെല്ലാം ചെയ്യിക്കുന്ന ഒരാളാണ് നമ്മുടെ ഉള്ളില് ഭഗവാൻ തന്നെയാണ് എങ്കിൽ ഇതൊന്നും വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കിവിടെ വന്നിട്ട് തൊഴാൻ പറ്റില്ല, വേണ്ട. ആർക്ക് പോയി? മൂപ്പർക്ക് തന്നെ പോയി. നമ്മളൊക്കെ ഇവിടെ വരുന്നത് ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടിയായിരുന്നു. ഗുരുവായൂരപ്പനെ തൊഴാനല്ല വരണ്ടത്, ഗുരുവായൂരപ്പൻ എന്നെ കാണാനാണ്. അല്ലേ? ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. അല്ലേ? ഗുരുവായൂരപ്പൻ എന്നെ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ. നമ്മളിവിടെ വരുത്തിയതാരാ? ഗുരുവായൂരപ്പൻ തന്നെ. എന്നെ കാണണമെങ്കിൽ വേണേ നിർത്തിക്കോളുക, കാണിച്ചോളൂ. ഇല്ലേ പിന്നെ എനിക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ വിചാരിക്കുന്നവരൊന്നും ആവുകയില്ല. ഉറപ്പാണോ? ഫുൾ അങ്ങ് വിടുക. ഇങ്ങനെ നമുക്ക് റിലാക്സ് ആകാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു ഇവിടെ തൊഴാൻ വരുന്നതിന് തന്നെയുണ്ട്. അപ്പൊ ആലോചിക്കും. അപ്പൊ എത്ര ഒരു വിരോധാഭാസമാണ് ആലോചിച്ചോ. ഈ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊഴാൻ പോകുന്നത്. തൊഴാൻ പോകുന്നത് പോലും നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ എന്താ അപ്പം അത് ഭഗവാൻ തന്നെ വിടുന്നതായിരിക്കാം. ഭഗവാൻ തന്നെ വിടുന്ന, വെറുതെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് അവിടെ വെച്ചൊരു കാര്യമുണ്ട് ഇല്ല. അപ്പം ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു എന്തിനും ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ എന്നുള്ളതിന് സത്യത്തില് ഞാൻ പറയുകയാണെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലായ്മ പല കാര്യം. അതല്ല, അത് ഞാൻ പറഞ്ഞു വെച്ചാല് ഇതൊക്കെ നമ്മളെ നിശ്ചയിക്കുന്നില്ല. ഇതെല്ലാം നമ്മളുടെ ഇതിലിങ്ങനെ ഓടുക. അതാ ഞാൻ പറയുന്നത്. അതാ ഈ പറയുന്നത്, ഈ ഭഗവാൻ എവിടെയാന്നുള്ളതാണ്. ഈ ഭഗവാൻ എവിടെയാന്നുള്ളതാണ് മനസ്സിലുള്ളതല്ല. നമ്മളിപ്പം പ്രാക്ടിക്കലായിട്ട് പറയാം. പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാം. പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ കയറ്റി വിട്ടു എന്ന് വെച്ചോളൂ. നാടെ ചെന്നപ്പോ നമ്മൾ അറിയാതെ കണ്ണടച്ചു. എന്ത് ചെയ്യും? ഒരിക്കലും ഒരു കർമ്മവും നമ്മളല്ല നശിക്കുന്നത് നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അഹങ്കാരം നമ്മുടെ ഇത് മാറണം. ഇത് അഹങ്കാരം ശരി. ഈ അഹമാണ് നമ്മളിൽ നിന്ന് മാറണം. അല്ലല്ല ഞാൻ പറഞ്ഞത് വയ്യായി ആയിക്കോട്ടെ കേട്ടോ, അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. ആ വയ്യായിക്കാരും കൂടുതൽ വയ്യായുള്ളവരെ വെച്ച് ചിന്തിച്ച് അതൊന്നും ഇല്ലാതെ അത്രേ ഉള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഇതൊക്കെ ചെയ്യിക്കുന്നത് നമ്മളല്ലാന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്ക് ആരോടെങ്കിലും പരാതി പറയാൻ പറ്റും? ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്. അതിൽ നമ്മൾ പരിഭവിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇവിടെ വരെ എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ളതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അത് സന്തോഷിക്കുക. നമുക്ക് കിട്ടാത്തതിലുള്ള തേങ്ങൽ മാത്രമേ ഉള്ളൂ ശരിക്കും. അല്ലേ? ആലോചിച്ച് ശരിക്കും ആലോചിച്ചു. നമ്മൾ വിചാരിച്ച് നടക്കുമോ ചെയ്ത കാര്യം? ആ ആഗ്രഹങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. ആഗ്രഹങ്ങൾ ഉണ്ടാവും. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം, അതാണ് കാമം. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ അതല്ല പറഞ്ഞു വന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ഭക്തന്മാരല്ലാതെയുള്ള കുറച്ച് ഭക്തന്മാര് സ്വാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ധാരാളം ഭക്തന്മാര് പലതരത്തിലുള്ള സേവനങ്ങൾ അല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് സത്യത്തില് ഇവിടെ സൽക്കർമ്മങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ നിഷ്കാമമായിട്ട് ജ്ഞാനികളായിട്ടുള്ളവർ, സന്യാസിമാരായിട്ടുള്ള ഋഷീശ്വരന്മാര് തുടങ്ങിയവരായിട്ടുള്ളവരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ജ്ഞാനികളായിട്ടുള്ള ആ എന്താണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ പേരിലും പിന്നെ എല്ലാം ലൗകിക ജീവിതങ്ങളെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ശമധമാദികളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ലൗകിക സുഖത്തെ ഒക്കെ വിട്ട്
പല ദിക്കുകളിലായിട്ട് തപസ് ചെയ്യുന്ന ഈശ്വരൻ കർമ്മങ്ങളാണ് ശരിക്കും നമ്മളെ ഒരു നേരം പോലും ഒന്ന് അല്ലെ നാമം ജപിക്കാൻ കൊണ്ട് നമുക്ക് തോന്നിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അവരുടെ ഒക്കെ പാദങ്ങളിൽ നമുക്ക് വിളിച്ചുകൊണ്ട് നമുക്ക് ഇതായി സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കാം. ഈ നമ്മള് പലതും നിശ്ചയിക്കുമ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇത് ഫുള്ള് നമ്മൾ സറണ്ടർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ സത്യം യഥാർത്ഥമായിട്ടുള്ള ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ പലതും ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണെന്ന് നമ്മളങ്ങ് നിശ്ചയിച്ച് വെച്ചിട്ട് അതിലൂടെ പോകുന്നുള്ളൂ. ആ ഒരു ട്രാക്കിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ ഒന്ന് സറണ്ടർ ചെയ്ത് നോക്കൂ. ആ സറണ്ടറിങ് നമുക്ക് കിട്ടാൻ പറ്റാത്തതാണ് സ്ഥിതിയിൽ. ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ഇനി എത്രയായാലും അത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ടെൻഷൻ അങ്ങ് വിടുവരുത് അല്ലേ? ഇനി ഇത് എത്ര കാലങ്ങളോളം നിൽക്കുക നോക്കിയേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ കയറ്റി വിടാത്ത കാര്യം മരിക്കുന്ന വരെ നമ്മുടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആർക്കാ പറ്റിയത് ശരിക്കും? അല്ലേ? ഇതിനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരണം. നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരും അല്ല. ശരി, നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാരൻ. ഇല്ലേ? ഈ ഇനിയിപ്പോ ദ്വിതീയത്തില് അല്ല പ്രഥമത്തില് സൂതൻ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണല്ലോ, ജീവസ്യ തത്വജിജ്ഞാസ എന്ന് പറയുന്നില്ലേ അവിടെ. യഥാർത്ഥത്തിൽ ഈ തത്വജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഈ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമ്മൾ തന്നെയാണ് ഇതിന് കാരണമാക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാ. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നല്ല വൈരുദ്ധ്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അല്ലെ? നിങ്ങൾ പറഞ്ഞതിന്റെയും ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം നോക്കിയത് ആ ഒരു വ്യത്യാസത്തിലൂടെ ഒന്ന് കണ്ടു നോക്കിയേ. ആ കണ്ടു നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുന്നുണ്ടോ അവിടെ? അപ്പൊ നമ്മൾ പലതും നമ്മൾ നിശ്ചയിക്കുന്ന ഇന്നതാ ശരിയെന്ന് അങ്ങോട്ട് നമ്മൾ ഉറപ്പിച്ചു വെച്ചോണ്ട് അങ്ങോട്ട് പോയിട്ട് അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കുക. അവിടെ ടെൻഷൻ ഇത് തന്നെയല്ല കേട്ടോ, ഈ കാര്യം തന്നെയല്ല കേട്ടോ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾക്കൊക്കെ കാരണം ഇതാണ്. നമുക്കിത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത? ഞാനതാ ചോദിക്കുന്നു. നമുക്ക് എന്തും പോസിറ്റീവ്, ഈ ശരീരം എന്നുള്ളതും മനുഷ്യൻ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മളെ ബാധിക്കും. കാരണം ഇത് ബാധിച്ചേ പറ്റൂ. ഇത് 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ശരീരമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ ഇനി ഈ ശരീരം എടുക്കരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ശരീരത്തിന്റെ ധർമ്മം അത് കാണിക്കും. അതിന്റെ ആ ധർമ്മം ഇന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനെ വിടാൻ, നമ്മൾ അതിനെ അതിജീവിക്കലാണ് വേണ്ടത്. നമ്മളതിനെ താന്നു കൊടുക്കുകയല്ല വേണ്ടത്, ശരിക്കും അതിനെ അതിജീവിക്കുക തന്നെയാണ്. ഇല്ലേ? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് കംസനെ ഉപദേശിക്കുന്ന എന്താ അവിടെ? മൃത്യുർജന്മവതാം വീരോ എന്ന് പറയുന്നില്ല അവിടെ? മൃത്യു ജന്മത്തിന്റെ കൂടെ തന്നെയാണ് മൃത്യു വരുന്നത്. എന്നിട്ടും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമാവുക അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് ഈ ആധ്യാത്മിക പഠനം? ഞാൻ ആലോചിക്കും, ഇതിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ഭാഗവതം പഠിക്കുന്നതിന് എന്താ അർത്ഥം? എന്തേ ഈ ഋഷീശ്വരന്മാര് ഇപ്പം വിവാഹം കഴിഞ്ഞിട്ടാണല്ലോ സന്യാസത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിന്റെ മാറ്റം, അവർക്കൊക്കെ ഇതെല്ലാം ബാധിക്കാവുന്നതല്ലേ ശരിക്കും? അല്ലേ? അവർക്കൊക്കെ ബാധിക്കാവുന്ന, ഇതെല്ലാം ബാധിക്കാവുന്ന. പക്ഷെ അതിനെയൊക്കെ അവർക്ക് അതിജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾ വിചാരിക്കും ദീക്ഷ സ്വീകരിച്ച് സന്യാസം വേഷം ധരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നുള്ള. ഒന്നുമല്ല, അവർക്ക് ഇതെല്ലാം പ്രശ്നമുണ്ട്. പക്ഷെ അവരുടെ മനോഭാവം മാറുക. അതാണ് സന്യാസം എന്നുള്ളതൊന്നും ഒരിക്കലും വേഷഭൂഷാദികളിലൂടെയുള്ള മാറ്റമല്ല. മനസ്സിനെ അടക്കലാണ് ശരിക്കും. അത് അടക്കല. അതിപ്പോ നമുക്കിപ്പം കാവ്യ ധരിക്കണം എന്നില്ല. നമ്മുടെ ഗൃഹത്തിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ മള്ളിയൂർ അദ്ദേഹത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശരിക്കും സന്യാസ ജീവിത കുട്ടിക്കാലം മുതൽ തന്നെ ഭാഗവതം ഉപാസിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. നമുക്ക് ചെല്ലുമ്പോ അതുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് ഇത് പ്രസരിക്കുന്നത്. അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ടാൽ എന്തെന്നില്ലാത്തൊരു സുഖം, ഗുരുവായൂർ വരുന്ന സുഖ. അതാണ് ഗുരുവായൂർ വന്ന് നമുക്ക് തൊഴുതു പോകുമ്പോൾ ഉള്ള. അപ്പം ഞാൻ പറയുന്നത് ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മളാണ്. ഞാൻ പറയുന്നത് ഗുരുവായൂർ എന്നുള്ളതല്ല, നമ്മളുടെ ഗൃഹത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലും നമ്മുടെ മനസ്സിന് സന്തോഷം ഇല്ല എന്ന് പറയുന്നതിന്റെ ദോഷം നമ്മൾ തന്നെയാണ് അല്ലേ? നമ്മൾ തന്നെയാണ് അതിന്റെ ദോഷം. നമുക്ക് ആ സന്തോഷത്തെ കണ്ടെത്താനുള്ള വഴി നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പോഴും നമുക്ക് പരാതിയും പരിഭവമുള്ളൂ അല്ലേ? അപ്പോഴും നമുക്ക് പരാതിയും പരിഭവമുള്ളൂ. ഈ പരാതിയും പരിഭവത്തിന്റെ പുറകിലുള്ള കാരണമാണ് അഹങ്കാരം. മനസ്സിലായില്ലേ? അതാണ് അഹങ്കാരം. അത് തന്നെയാണ് കപിലനും പറയുന്നത്. ഈ മമതാബന്ധം അല്ലെങ്കിൽ അമഹം മമാഭിമാനോധി കാമലോപാധിപർമല എന്ന് പറയുന്നതിൻ്റെതാണ്. അത് വലിയൊരു മാലിന്യം തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പറയല്ലേ, ആയാതം അപേക്ഷണീയം, ഗതം സർവം ഉപേക്ഷണീയം. ഈ രീതിയിൽ നമുക്ക് പോകാൻ സാധിച്ചാൽ രക്ഷപ്പെടും. എളുപ്പമല്ല കേട്ടോ, ഇതൊന്നും എളുപ്പമാണെന്നുള്ള രീതിയല്ല. പക്ഷെ നമുക്ക് ശ്രമിക്കരുതെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
നമുക്ക് എന്തേ ഈ മറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്തത്? ഈ ഇതെന്നുള്ളതല്ല, ഏത് സാഹചര്യങ്ങളെയും നമ്മളുടെ മനസ്സിനെ അനുകൂലിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഗുരുവായൂരപ്പനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ഭാഷയുണ്ട്. ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് എവിടെയാ ശരിക്ക്? നമ്മളെ കൊണ്ട് ഈ പറയിപ്പിക്കുന്ന ആളാ ഗുരുവായൂരപ്പൻ. അതാണ് ഇതിനെ നമുക്ക് വിശേഷേണ അവിടെ ചെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, അല്ലേ? അപ്പൊ എത്ര പ്രാകൃതമായിട്ട് പോവാ നമ്മള്. ഭാഗവതം പഠിച്ചവരൊരിക്കലും അതിലേക്ക് അങ്ങനെ പോകരുത്. ഞാൻ കൊണ്ട് ഗുരുവായൂർ വരണ്ടെന്നോ ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഭാഗവതം മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ ഭാഗവതം പഠിച്ചു അല്ലെങ്കിൽ ഭാഗവതത്തിൽ നിന്ന് ഭാഗവതം പഠിപ്പിക്കുന്നത് തന്നെ എന്താണ്? ഈശ്വരൻ എന്നുള്ളത് സത്യം പരം ധീമഹി, ഇതാണ് ഈശ്വരൻ. ഈശ്വരനെ അന്വേഷിച്ചു പോകാനല്ല, ഈശ്വരൻ നമ്മുടെ കൂടെ വരികയാണ്. നമുക്ക് ഏറ്റവും വലിയൊരു നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈശ്വരൻ എന്നുള്ള ഒരു സത്യം മനസ്സിലാകുന്നില്ല. നമ്മളൊക്കെ ഈശ്വരൻ നമ്മുടെ കയ്യിലാണ്. നമ്മളുടെ ഒരു ധാരണ എങ്ങനെയാ? ഞാൻ പറഞ്ഞ ലോകം ശരീരം എന്നുള്ളത് പറയല്ലേ, ഈ ലോകം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ എന്താണ്? ഈ കാണുന്നതൊക്കെ ലോകം, നമ്മളും അല്ലെ, സൗരയൂഥങ്ങള്, ഇതെല്ലാം കൂടെ കൂടിയതാണ് ലോകം എന്ന് പറഞ്ഞാൽ. അതല്ല ലോകം. ഈ ലോകത്തിന്റെ മുകളിലാണ് ശരീരം, ശരീരത്തിന്റെ മുകളിലാണ് ഈശ്വരൻ. നേരെ ഉൾട്ടയായിട്ടാണ് ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോ എന്താ പറയുക? ലോകത്തിനകത്ത് ഞാൻ, എന്റെ ശരീരം, നമ്മളുടെ ഉള്ളിൽ ഈശ്വരൻ. ഈ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ പോകുന്നത്. ഇതുകൊണ്ടാണ് ഈ ദ്വൈതം മാറാത്തത്. സത്യത്തിൽ അങ്ങനെ അല്ല. ശരിക്കും ഈശ്വരനുള്ളിലാണ്, ഈശ്വരൻ സ്വീകരിക്കുന്നതാണ് ഈ ശരീരം. മനസ്സിലായില്ലേ? അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഈശ്വരനുള്ളിലാണ് ശരീരം. ഈ ശരീരത്തിലൂടെ ഏത് രീതിയിലാണോ മറ്റ് വസ്തുക്കളെ കാണുന്നത്, അതാണ് ലോകം എന്ന് പറയുന്നത്. മനസ്സിലായോ? ലോകം പുറത്തല്ല, ലോകം നമ്മളുടെ ഉള്ളിലാ ലോകം. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളുടെ ലോകമല്ല എന്റെ ലോകം. അപ്പൊ ഈ ലോകം എന്നുള്ളത് ഈ ശരീരം സ്വീകരിക്കുന്ന ഏത് ഭാഷയിലാണോ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുന്നത്, ആ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും ആ വെള്ളത്തിനുണ്ടാവുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാല് ഈ വെള്ളം എന്ന് പറഞ്ഞാല് പൊതുവായിട്ട് കിടക്കുന്ന ആ വെള്ളത്തിന് നമ്മളൊരു പാത്രത്തിലാക്കിയാൽ ആ പാത്രത്തിന്റെ ഷേപ്പാന്ന് നമ്മൾ പറയുക. ഇത്രയുള്ളൂ അവിടെ. എന്ന് പറഞ്ഞ പോലെയാണ് ഈശ്വരനുള്ളിലാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് അന്ന് അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു. നമ്മളൊക്കെ എന്താണ്, ഇപ്പൊ എവിടെയാ ഗുരുവായൂരപ്പൻ? ഇപ്പൊ എവിടെയാ ഗുരുവായൂരപ്പൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുരുവായൂരപ്പൻ അങ്ങനെ വിചാരിച്ചു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്, ഭാഗവതത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പൊരുളെന്നുള്ളതല്ല. ഈ ഗുരുവായൂരപ്പൻ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ഉള്ളിലുള്ള ഗുരുവായൂരപ്പനെ അനുഭവിക്കലാണ് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അനുഭവിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ കിട്ടും? ഈ മാലിന്യം നമ്മുടെ ഉള്ളിൽ നിറയുക. ഒന്ന് ആലോചിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു വികാരം നമ്മളുടെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ എങ്ങനെ ഗുരുവായൂരപ്പൻ തൊഴും? സന്തോഷമായിട്ട് തൊഴുതു വരാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്ന് വന്ന് നമ്മൾ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോ ഒന്നും അല്ല ശരി. നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഭാവം കിട്ടണം. അത് കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഈ ഭാവത്തിലേക്ക് എത്തലാണ് ശരി. ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിൽ, നമ്മൾ ഗുരുവായൂരപ്പനകത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകാനല്ല വേണ്ടത്, ഗുരുവായൂരപ്പൻ നമ്മളെ കാണലാണ്. ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടിരിക്കും. ഇനി അകത്ത് ചെന്ന് മുമ്പിൽ ചെന്ന് നിൽക്കണം നിർബന്ധമില്ല എന്നർത്ഥം. അതിന്റെ പേരിൽ തേങ്ങൽ വരുന്നതിൽ വെറും മൂഢത്വമാണ് ശരി. അതാ ഞാൻ പറഞ്ഞത് ഭഗവാൻ എന്താണെന്നുള്ളത് ഭാഗവതം കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉള്ളിലാണ് നമ്മള്, ഇല്ലേ? ഭഗവാന്റെ ഉള്ളിലാണ് നമ്മള് ഭഗവാന്റെ ഉള്ളിലാണ് ശരിക്കും. മനസ്സിലായില്ലേ? ആ ഈശ്വരന്റെ ഉള്ളിലായിട്ട് ഈശ്വരൻ സ്വീകരിക്കുന്ന ശരീരമാണിത്. അതുകൊണ്ടാണ് ഈ ശരീരം പോകുന്നത് പോലും നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ശരീരം പോകുന്നതിനെ കുറിച്ച് ഒരു ഉറപ്പുമില്ലല്ലോ. അല്ലല്ല, ആ തൃപ്തി ഉണ്ടാവണം. അതാണ് ഞാൻ പറയുന്നത്. അല്ല, പറയണം, ഉറപ്പായിട്ട് വേണം. അതാ ഞാൻ പറയുന്നത്. ഈ പറയിപ്പിക്കോ പ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? സത്യത്തിൽ എന്താണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന്റെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് പറയിപ്പിക്കുന്നത്.
അതങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ആണത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുമ്പോഴെന്ന് വരുമ്പോഴത്തേക്കാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഭാഷയ്ക്ക് വ്യത്യാസം വരുമ്പോഴും അതാണ്. അവിടെ ഭാഷയ്ക്ക് വ്യത്യാസം വരുന്നത്. അതാണ് പ്രയാസം എന്നുള്ളത്. അപ്പം പ്രയാസം എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് മറ്റേ നമ്മൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. ഇതിലെ നമുക്ക് ട്രൈ ചെയ്തതിലേക്ക് എത്താൻ ശ്രമിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് ഭാഗവതം എന്നുള്ള ശാസ്ത്രം ഇതിന്റെ ഏറ്റവും ഈ കലികാലത്തുള്ള മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാസു ഉപദ്രുത എന്ന് പറയുന്നതിന്റെ കാര്യതാണ്. ഇന്നത്തെ ഈ കലികാലത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം അത്രയും ഒരു ഉത്തമമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ഭാഗവതത്തിന്റെ താല്പര്യം തന്നെ ഇതാണ്. വേദവ്യാസന്റെ താല്പര്യം തന്നെ അല്ല, ഭാഗവതത്തിന്റെ താല്പര്യം എന്താന്നുള്ളതാണ്. ഭാഗവതത്തിന്റെ താല്പര്യം തന്നെ ഈ ഈശ്വര തത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലേ? കാമസ്യ ഇന്ദ്രിയ പ്രീതി, ഇത് ഇന്ദ്രിയ പ്രീതി അല്ലേ? ആലോചിച്ച് നോക്കൂ. അകത്ത് ചെന്ന് കാണണം, എന്റെ കണ്ണുകൊണ്ട് ഗുരുവായൂരപ്പനെ കാണണം, ഇതൊക്കെ ഇന്ദ്രിയ പ്രീതിയാണ്. നമുക്കത് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൗകികമായിട്ടുള്ള വിഷയം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇത് ലൗകികമാണ്. അപ്പോഴോ ഇത് ലൗകികമാണിത്. അല്ല, അത് ഏത് ഭഗവാനാണെന്നുള്ള ഇതെല്ലൊക്കെ ഇതിന്റെ ഒക്കെ പുറകിലെ ചോദ്യം എനിക്ക് ഒന്നേ ഉള്ളൂ, ഈ ഭഗവാൻ ആരാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അധോക്ഷജനായിട്ട് എന്തിനു വേണ്ടിയാണ് ഉള്ളിലേക്ക് നമുക്ക് ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കാം. അത് തന്നെയാണ് അവിടെ പറയുന്ന കണ്ണും ഇന്ദ്രിയങ്ങളെ ഒക്കെ എന്താണ് പറയുന്നത്? ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ് ഇതില് നമ്മുടെ പതഞ്ജലിയുടെ ഇതിൽ അഷ്ടാംഗ യോഗത്തിൽ പറയുന്നില്ലേ? പ്രത്യാഹാരം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഇത് കാണാനാണോ പറയുന്നത്? അപ്പോഴും കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കണ്ണ് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഈ പുറമേ ഉള്ളത് കാണുന്നതാണ് കണ്ണ്? അല്ല, അതല്ല കണ്ണ്. അപ്പോഴാണ് നമ്മള് ഇതില് കുട്ടാവെന്ന് നോക്കി കുട്ടാ. അപ്പം ശരിക്ക് അപ്പൊ നമ്മള് അപ്പം ആ കണ്ണ് അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും. മനസ്സിലായില്ലേ? നമ്മളുടെ എന്താണ് ഉള്ളിലുള്ള അല്ല വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം മറ്റിതെല്ലാം മായയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഇതൊക്കെ മായയാണ് ശരിക്കും. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബേസ് ബോർഡ് കൊണ്ടുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി. വിഗ്രഹം കുറച്ച് കഴിഞ്ഞാൽ ബേസ് ബോർഡാ സാധനം. ലേശം വെള്ളം വീണാൽ മതി, അല്ലെങ്കിൽ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈശ്വരൻ പോയി എന്നങ്ങ് തോന്നുവാണ് നമുക്ക്. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് നമുക്കിത് അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു, നമ്മൾ എന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നു. ആ ഇന്ദ്രിയങ്ങളുടെ ആസ്വദിക്കുന്ന ഭഗവാൻ ഏതാണെന്നുള്ള എനിക്ക് ചോദ്യമുള്ളൂ. ഞാൻ ചോദിക്കുന്ന ഈ വിഗ്രഹത്തിലും ഇതിലും ഭഗവാനെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. വിഗ്രഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണ ഗ്രഹിക്കലാണ്. അതിപ്പം കല്ലാവാം, തടിയാവാം, പേപ്പറാവാം, അച്ഛനാകാം, അമ്മയാകാം. പിന്നെ അതുകൊണ്ടല്ലേ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. എന്റെ ഈശ്വരനാണ് എല്ലാം, സകലതും എന്റെ ഈശ്വരനാന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ അവിടെ? അതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ ഈശ്വരനെ അനുഭവിക്കലാണ് വേണ്ടത്. നമുക്കതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുക വേണ്ടത്. അപ്പം ഇത് തന്നെയാണ് കപില മഹർഷി ഇത് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ന്യൂനതയാണ് ശരിക്കും. ഇവിടെ അഹമ്മമാഭിമാനോധി എന്ന് പറയുന്നത് നമ്മൾ എന്റെ എന്നുള്ള രീതിയിൽ ഈ എന്റെ എന്നുള്ളതൊക്കെ ഇതെല്ലാം അതിനകത്ത് പെടുകയാണ്. നമ്മൾ വിചാരിക്കുന്ന ആധ്യാത്മികത പോലും എന്താണ് ഇതല്ല. അവിടെയൊക്കെ അഹംഭാവം വന്നു ചേർന്നുണ്ട്. ഇതുകൂടെ മാറണം. സർവ്വതും മായയാണ് സത്യത്തില്. അതിനെ വിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളിലോട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. എന്തായാലും ആ ഒരു സത്യത്തെയൊക്കെ നമുക്ക് ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഭാഗവതം. ഒരിക്കലും ഭാഗവതത്തിൽ നമുക്ക് വിട്ടുപോകാൻ പോവരുത്. ഞാനതാ പറയുന്നത്. ശരിക്കും ഭാഗവതം നമ്മൾ പഠിക്കുകയും വീണ്ടും ഇതിനെ പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അല്ലേ വീണ്ടും നമ്മള് ഇതിന്ന് വിട്ട് ഇപ്പൊ രമചേച്ചി 26 വ്യക്തമായിട്ട് പഠിച്ചു പറഞ്ഞ ആളാ അല്ല, ഏകാദശി സ്കന്ധത്തിലേക്ക് ഇതിന്റെ പ്രധാനമായിട്ടുള്ള വിഷയം ഇതാണെന്ന്. എന്താ പ്രധാനമായിട്ടുള്ള വിഷയം? ടെൻഷൻ അടിക്കരുത്. അതാണ് പ്രധാന വിഷയം. അതുകൊണ്ടല്ലേ ഇപ്പം ഈ സന്യാസിമാർക്കൊക്കെ ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പരമശാന്തിയിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ള ഒരു തോന്നലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സകലത്തിനെ ത്യജിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ വിരക്തി അത് തന്നെയാ. അല്ലാതെ ഒന്നും ഉപേക്ഷിക്കലല്ലോ. ഉപേക്ഷിക്കലാണോ? ഉപേക്ഷിക്കലല്ല. ഈ ഭാവം നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആരോടാ കർത്തൃത്വ ബോധം ഉണ്ടാവുക? നമ്മൾ ഈ നമ്മളുടെ ജ്ഞാനത്തിനനുസരിച്ചാണ് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പം അഹം മമ അഭിമാനോധി കാമലോപാധിപർ മലൈഹി എന്ന് പറയുന്നുണ്ട്. കാപിലത്തിൽ പറയുന്നുണ്ട് മാലിന്യങ്ങളാണ് എൻ്റെ എന്നുള്ള മമതാബന്ധം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന മമതാബന്ധം അല്ല അവിടെ. നമ്മളിപ്പോ പറയുന്നത് എൻ്റെ എന്നുള്ളത് നമ്മൾ കാണുന്നവര് അതല്ല ശരിക്കും പറഞ്ഞാല്. ശരീരം കൂടെ പറയുന്നില്ലേ, പിന്നെ സാങ്കേതികത്തിൽ പറയുന്നില്ലേ, ഈ ശരീരം പോലും അതിനോട് പോലും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഇതുപോലും വിട്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പം സകലത്തും നമ്മളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള ഒരു ബോധമെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ മനസ്സ് ശാന്തമാകണം. അതാണ് ഭാഗവതം. അല്ലാതെ ഒരിക്കലും ഇനി ഗുരുവായൂരെന്നല്ല, നമ്മളിനിയിപ്പോ ഹിമാലയത്തിന്റെ അങ്ങ് കൊടുമുടിയിൽ കയറി അല്ലെ, അല്ലെങ്കിൽ കൈലാസ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ കയറി ആ മഹാദേവനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ ചെന്നാലും നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത സമയമില്ല. അപ്പം തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് വിട്ട് നമ്മളുടെ മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. നമ്മുടെ സന്തോഷക്കുറവിന് കാരണം നമ്മൾ തന്നെ, യാതൊരു സംശയമില്ല. പലതും ദുഃഖവും സുഖവും ഒക്കെ അത് വന്നു ചേരും. അത് ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അത് നമ്മൾ നിശ്ചയിക്കുന്ന അല്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മൾ നിശ്ചയിക്കുന്നതാണെന്ന് വിചാരിക്കും മാത്രമേ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട വിഷയമേ വരുന്നില്ല അത്. അത്രേ ഉള്ളൂ. വേറെ ആരെയും നന്നാക്കുക എന്നുള്ളവരെ നമുക്ക് ഏതായാലും നമുക്ക് അതിനെ നല്ല രീതിയിലേക്ക് ഭാവത്തിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലാത്ത രീതിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കണം. ആരായാലും ഞാൻ പറയുന്നത്, ഇപ്പം നമ്മുടെ മക്കളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ശരിക്കും ബന്ധങ്ങളൊന്നും ഇല്ല. ശരിക്കും നമ്മൾ അതിനെ ബന്ധപ്പെടുത്തുകയാണ്. നമ്മൾ ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ പേരിൽ നമ്മൾ ടെൻഷൻ അടിക്കുക. ശരിക്കും നമ്മുടെ കയ്യിലേ അല്ല ഒരു കാര്യം. നമുക്കിത് ഉള്ളിലൊന്ന് ഉറപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് പലതും നമുക്ക് ഇതാക്കി എടുക്കാൻ സാധിക്കും. അപ്പം ആ ഒരു ഭാവത്തിലേക്കൊക്കെ എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേണം. സത്സംഗത്തിൽ ഏത് സത്സംഗം? സത്സംഗത്തിൽ പോകണം. സത്സംഗത്തിൽ പോകുന്ന അപ്പൊ ഈ സത്സംഗത്തിൽ പോയിട്ട് കാര്യമൊന്നും, സത്സംഗത്തിൽ പോയിട്ടാണ് കാര്യം. സത്സംഗത്തിൽ പോയിട്ട് മാറ്റമുണ്ടോ? സത്സംഗത്തിൽ നമ്മൾ എത്ര സത്സംഗം കഴിഞ്ഞു? സത്സംഗം എത്ര കഴിഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ ടെൻഷൻ മാറാത്ത? സത്സംഗത്തിൽ പോകുക എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് അവിടെ ചെല്ലുമ്പോ നമ്മളുടെ വിചാരിച്ച കാര്യങ്ങൾ പലതും ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഇതിന്റെ സത്യാവസ്ഥയെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സത്സംഗം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഉണ്ടോ? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. വേദവ്യാസ മഹർഷി എഴുതി വെച്ചു, എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കും. നാമം ജപിക്കാത്ത ആൾക്കാരില്ല. ഒരിക്കലും ഇവിടെ തന്നെ ഒരു മേലേടം, ഒരു നാരായണ നമ്പൂരിനുണ്ടായിരുന്നു. മേലേടം അദ്ദേഹം പള്ളിയൂർ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് നാരായണ ജപിക്കാത്ത സമയമില്ല. അവസാനം ബസ്സിൽ കയറിയാലും നാരായണ 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 നാരായണ, ടിക്കറ്റ് ചോദിച്ചാലും നാരായണ 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 ചോദിച്ചു. ഒരിക്കൽ മള്ളിയൂർ അദ്ദേഹം നേരിട്ട് പറയേണ്ടി വന്നു എന്നുള്ള. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് ഉപദേശം പഠിച്ചിരുന്നത് ഈ ഇത്. അപ്പൊ ഇദ്ദേഹം പോയി കേട്ടോ. അദ്ദേഹം മഹാത്മാവായേ. അദ്ദേഹം എല്ലാം ഗുരുവായൂരപ്പന് ആ സ്വത്ത് മുഴുവൻ ഗുരുവായൂർ വന്നോ. അതെയോ? എന്തായാലും ആ ഒരു പോക്ക് ഭയങ്കരമായിരുന്നു. എന്തായാലും ഒരു ഭയങ്കരമായിരുന്നു ആ പോക്ക്. കാരണം സ്വത്ത് മുഴുവൻ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ട് ഒരു മുണ്ടും തോർത്തുമായിട്ടൊന്ന് പോകുമായിരുന്നു. വൃന്ദാവനത്തിലെ കുറച്ചുപേര് വൃന്ദാവനത്തിൽ വെച്ച് കണ്ടു, കാശി വെച്ച് കണ്ടിട്ടുള്ളവരുണ്ട്. എന്നിങ്ങനെ എന്തായാലും അദ്ദേഹം പരമജ്ഞാനി തന്നെയാണ്. വന്നു അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ പറഞ്ഞെന്താ വെച്ചാല്, അവസാനം അദ്ദേഹം പോലും മേലേടത്തിനോട്, മേലേടം മനസ്സിൽ ജപിച്ചാൽ മതി, ഈ ജപിക്കുമ്പം ഭാവത്തിന് വ്യത്യാസം വരുന്നുണ്ടോ ശ്രമിക്കണം. നോക്കാം. അതല്ല,
വേറെ മെലഡം. ആ മെലഡത്തിന്റെ വായന എന്ന് പറഞ്ഞാൽ മള്ളിയൂർജത്തിന്റെ അത്ര ടിറ്റോ അദ്ദേഹത്തിന്റെ അതേ ശബ്ദമാണ്. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ഈ ഇങ്ങനെ നാരായണ ധാരാളം ജപിച്ചുകൊണ്ടോ നാമസങ്കീർത്തനം ഒത്തിരി ജപിച്ചുകൊണ്ടോ ഒന്നും എന്നിട്ടും ടെൻഷൻ മാറാത്ത എന്താന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നാമം ജപത്തിന്റെ ഈ ബാക്കിയുമായിട്ടുള്ള കാര്യം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ഭാവത്തിന് മാറ്റം വന്നു. നാരായണ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അല്ലെങ്കിൽ ആ ഒരു എല്ലാവരിലും ഉള്ള ഈശ്വരഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കാം. ഈ ഒരു ആർദ്രഭാവം കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഈ ആ ഒരു ആർദ്രഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ട, വേറെ ആരും വിചാരിച്ചത് നടക്കുകയല്ലേ? നടക്കുമോ? ഇപ്പൊ സത്സംഗത്തിലേക്ക് എത്തുമ്പോഴും നമുക്ക് ഈ ഒരു ഭാവത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇത് ഏറ്റവും വലിയൊരു പോരായ്മ കേട്ടോ ഈ പറയുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് തൊഴിലില്ല, അത് ദേഷ്യപ്പെട്ടു പോകുന്നതിൽ ഒരർത്ഥമില്ല. ഏയ് നമ്മൾ യോഗ്യനേ അല്ല, അതാ ഗുരുവായൂരപ്പൻ തിരിച്ചു വിടുന്നത്. അതാ ഗുരുവായൂരപ്പൻ നമ്മൾ ശരിക്കും നമ്മൾക്ക് ഒരു മഹാത്മാവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും യോഗ്യത ഉണ്ടോ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. നമ്മളോട് പറയും മഹാത്മാക്കളെ പോയി നമസ്കരിച്ചാൽ മതി, പക്ഷെ ഈ മഹാത്മാവിന്റെ അടുത്ത് പോയി നിൽക്കാനോ ഒരു വാക്ക് സംസാരിക്കാനോ നമുക്ക് യോഗ്യത ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാല് ഈ ഒരു ഭാവത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് അതുകൊണ്ട് എന്നാലേ പ്രയോജനമുള്ളൂ, എന്നാലേ സത്സംഗത്തിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ എന്ന് പറയുന്നത്. സത്സംഗം എന്നുള്ളത് നമ്മൾ തന്നെ സജ്ജനമായിട്ട് മാറണം ശരിക്കും ആദ്യം, അല്ലെ? സത്തിനോട് ചേർന്നിരിക്കുക എന്ന് പറയും, അതാണല്ലോ സജ്ജനം, അല്ലെ? സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഏതാ സത്ത്? സത്തെന്ന് പറഞ്ഞാൽ ഏതാ? സത്തെന്ന് പറഞ്ഞാല് നമ്മളുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യമാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഈ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് ഏതാ? ഉള്ളില് ആ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭാവം. ഇവിടുത്തെ ഒരവസ്ഥ തന്നെ നമ്മള് എന്താ വിചാരിക്കുക? വണ്ടിനോട് പരിഭവം പറയുകയാണ് ഗോപികമാര്, അല്ലെ? ഈ ഗോപികമാർക്ക് ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഉദ്ധവനെ അങ്ങോട്ട് പറഞ്ഞു വിടുവോ? അല്ല, ആലോചിച്ച് നോക്കണം. ശരിക്ക് ഇവിടെ നിന്ദിക്കുന്നത് മുഴുവൻ സ്തുതിയായിട്ട് പല ആചാര്യന്മാരും അതിനെ പറയുന്നുണ്ട്. എവിടെ പറയുന്നുണ്ട്, വണ്ടേ നീ എൻ്റെ കാലിന്റെ അടിയിൽ വന്ന് നിൽക്കരുത്, അല്ലെങ്കിൽ പറയുന്നുണ്ട് വണ്ടിന്റെ ആ മീശയിലുള്ള കുങ്കുമം ഒന്നും ഞങ്ങളെ വന്ന് അശുദ്ധമാക്കരുതെന്നാണ് ഇവര് പറഞ്ഞ് ഇതാണ്. യഥാർത്ഥത്തിൽ അവർ അതല്ല പറയുന്നത്. ഭഗവാന്റെ മാറത്തുള്ള വനമാലയിലുള്ള കുങ്കുമം നിങ്ങളുടെ ചുണ്ടിലുണ്ടെങ്കിൽ ഞങ്ങളെ ആയിട്ടുള്ള ഈ അശുദ്ധകളായിട്ടുള്ളവരെ വന്ന് തുടരുത് വണ്ടേ. നിങ്ങൾ ഞങ്ങളെ പോലെ ഞങ്ങളിപ്പോ ഇന്ന് അശുദ്ധമായിട്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് അശുദ്ധമായതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ വിചാര ഭേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. ഭക്തന്മാർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഗോപികമാര്. ഈ ഗോപികമാരുടെ ഈ ഭക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉദ്ധവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ നമ്മള് ഏത് നിന്ദ കണ്ടാലും, ഇപ്പം ഭാഗവതിലെ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്ന് നല്ലതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം, അല്ലേ? രാവണനെ നമ്മൾ ഒരൊറ്റ കണ്ണിലൂടെ കാണുന്നുള്ളൂ. എത്ര മഹാത്മാവാണ് രാവണൻ! പണ്ഡിതനാണ് ശരിക്കും, സംസ്കൃത പണ്ഡിതനാണ്, അല്ലേ? ലിംഗാഷ്ടകമൊക്കെ ഇത് രാവണനാണെന്ന് പറയുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ രാവണനോട് നമുക്ക് ഒരു വിരോധം ഉണ്ടാവുമോ? അവിടെ വേണ്ട. ഈ രാമനെ അറിയാൻ സാധിച്ച ഈ രാവണൻ കാരണമല്ലേ ഈ മന്ദരയെ രാവണൻ വിചാരിച്ചു. ഈ മന്ദര അല്ലെ, ഈ കുശുമ്പ് ബുദ്ധികൊണ്ടല്ലേ നമുക്ക് ഈ രാമനെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ആരെയാ തൊഴേണ്ടത്? മന്ദരയല്ലേ നമസ്കരിക്കേണ്ടത്? ഈ ഒരു ഭാവമാണ് ഈ ഭക്തൻ ഉണ്ടാവേണ്ടതെന്ന് പറയുക. ഇവിടെ പറയുന്ന ഈ പണ്ടിനോട് പറയുന്നത് പോലും ഇതെല്ലാം ശരിക്ക് യഥാർത്ഥത്തില് ഗോപീഭാവമാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഭഗവാനെ ഒരു ചെറിയ ഒരു അല്ലെ മൈന്യൂട്ട് പോയിന്റിന് പോലും വിഷമിപ്പിക്കാൻ അവർക്ക് പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ഭഗവാനെ വേദനിപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നിസ്സാരമായിട്ടാണെന്ന് പറഞ്ഞാൽ പോലും. പക്ഷെ നമ്മളുടെ ഈ അജ്ഞത കൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഹൃദ്രോഗങ്ങളെ ഇല്ലാണ്ടാക്കി തീർക്കുകയാണ് ഈ രാസപഞ്ചായ അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹൃദ്രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഹൃദ്രോഗം. ടെൻഷനും മറ്റു രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ഒക്കെ തന്നെ. അതെല്ലാം മാറ്റണമെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ടൊന്നേ ചിന്തിക്കാനുള്ളൂ. നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് ടെൻഷനേ ഇല്ല. ടെൻഷൻ മുഴുവൻ നമ്മളോട് ബന്ധപ്പെടുമ്പോഴും ടെൻഷൻ ഇല്ലാണ്ടാവണമെങ്കിൽ ഇത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലേ? പലതും നടക്കുന്നത് അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യുന്നു. നമ്മൾ അത് ആസ്വദിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം, അല്ലേ? ശരിയല്ലേ? അല്ലാതെ അതങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച പിന്നെ എന്താ എവിടെയാ നമുക്ക് പിന്നെ ഈ ശാന്തത കിട്ടുന്നത്? ശാന്തത കിട്ടുകയല്ല. ശാന്തത ഉണ്ടാക്കേണ്ടതും ശാന്തത ഇല്ലാണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ. അതാണല്ലോ പറയുന്നത്, അല്ലെ? ചേതഖല്വസ്യ ബന്ധായ മുക്തേജ ആത്മനോമതം, അല്ലെ? മനുഷ്യാണാം കാരണം ബന്ധമോക്ഷം. നമ്മളുടെ മനസ്സ് തന്നെ. ഇനി ഒരു സ്ഥലത്തും ചെന്ന് വിഡ്ഢിത്തം പറയരുത്. എനിക്ക്
സ്വസ്ഥതയില്ല, എനിക്ക് മനസ്സിന് സുഖയില്ല പറയരുത്. അത് പറഞ്ഞാൽ ആരുടെ ദോഷം വെച്ചാൽ നമ്മുടെ തന്നെ ദോഷമാണ്. നല്ല വിവരമുള്ള ആൾ പറയും അത് തൻ്റെ തന്നെ കുഴപ്പമെന്ന് പറയും. തൻ്റെ സുഖം കണ്ടെത്തുന്നത് താൻ തന്നെയാണ്, വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ല. ഒരു സത്സംഗവും നടക്കില്ല, ഒരു ജ്യോത്സ്യനും പറ്റിയല്ല, ഒരു മേശാന്തിക്കും പറ്റിയല്ല, ഇനി എത്ര വലിയ ഈശ്വരന് പോലും പറ്റിയായിരുന്നു. ദൈവം ന സസ്യാൽ പറയുന്നില്ലേ, ഋഷഭ യോഗീശ്വരൻ പറയുന്നില്ലേ അവിടെ. ഈശ്വരനെ പോലും നമുക്ക് ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് ഈശ്വരൻ പോലും ദൈവം പോലും ഈശ്വരൻ അല്ല എന്ന് പറയുന്ന രീതിയിലാണ്. അതൊരു യുക്തിയായിട്ട് പറയുന്നതാണ് കേട്ടോ. ദൈവം ഈശ്വരൻ അല്ല എന്ന് പറയുന്നതിന്റെ അല്ല പറയുന്നത്. ദൈവം പോലും എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് കാണിച്ചു തരിക. ആ ഒരു ഭാവം വെച്ചാൽ അമ്മ അച്ഛൻ ഒക്കെ ആകണമെങ്കിൽ ഈ സത്യത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിന്റെ ഉദ്ദേശം എന്താണ്? ശിഷ്യന്മാർക്ക് ഗുരുനാഥന്റെ പ്രയോജനം എന്താണ്? അവരുടെ ഈ സംശയങ്ങളൊക്കെ, ഈ ടെൻഷൻ മാറുക. ഈ ടെൻഷൻ ഇത് തന്നെയാ ഭാഷ, വേറെ ഒന്നുമല്ല ഭാഷ. നമ്മുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ടെൻഷൻ അല്ലേ, അത് മാറ്റി. അത് ശിഷ്യന്മാരുടെ ടെൻഷൻ മാറ്റേണ്ടത് ഗുരുനാഥന്മാർ, മക്കളുടെ ടെൻഷൻ മാറ്റുന്നത് അച്ഛനമ്മമാര്. അപ്പം ഈ ടെൻഷൻ മാറാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോഴേ ഈ ടെൻഷൻ മാറുള്ളൂ, അല്ലാതെ ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ടാണ് അവിടെ ഋഷഭന്റെ ഉപദേശത്തിൽ എല്ലാവരും ആചാര്യന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഈശ്വര വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കാത്ത അമ്മയാകുന്നില്ല, അച്ഛനാവുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈശ്വര വിശ്വാസം അല്ല കേട്ടോ. അത് നേരെ വിപരീത. ഈ പോയി അമ്പലത്തിൽ പോയി നമസ്കരിക്കണം, അവിടെ ചെന്ന് തൊഴാൻ പറ്റില്ല, അകത്ത് കയറി എങ്ങനെയെങ്കിലും ഇടിച്ച് അകത്ത് കയറി തൊഴുതിട്ട് വരണം, അതല്ല ഈശ്വര വിശ്വാസം. ഈശ്വരൻ എന്താണെന്നുള്ളൊരു സത്യത്തെ മനസ്സിലാക്കിയിട്ട് ആ ഭാവത്തിലേക്ക് നമുക്ക് ഏത് സാഹചര്യം, അതല്ലേ പറയുന്നത്, ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാ? നമ്മൾ പറയുന്നില്ല മനോബലം ഉണ്ടാവണം. ഈ മനോബലം ആരാ ഉണ്ടാക്കേണ്ടത് മനോബലം? നമ്മൾ തന്നെയാണ് അല്ലേ? ശരിയല്ലേ? ഇതിന് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് അത് ശാന്തതയാ. അതുകൊണ്ട് പ്രശ്നം നമുക്ക് മാത്രമേ ഉള്ളൂ ഇത് ടെൻഷൻ. ഇല്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കൽപ്പുഴമ്പുരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അല്ലേ, അമ്പൂരിക്ക് ഒരു പ്രശ്നമില്ല. അമ്പൂരിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കണ്ട് സുഖമായി ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്ന വഴി താണ്ട് ആ കുട്ടികൾക്ക് മസാല ദോശ മേടിച്ചു കൊടുത്ത് അദ്ദേഹം വിദ്യാർത്ഥികൾ സുഖമായിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പനെ അനുഭവിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കും അത് എന്ത് അനുഭവം, അവിടെ പോയി തൊഴുക പോലും ചിലപ്പോൾ ഇവിടെ വന്നിരുന്ന പിന്നെ അവിടെ നിന്ന് വിചാരിച്ചാൽ പോലെ എന്ന് വിചാരിക്കാം അല്ലേ? നമുക്കങ്ങനെ, അത് നമ്മുടെ പൊട്ടബുദ്ധിയാ. ഇനി നമ്മളിവിടെ വന്ന് ഇനി 100 ദിവസവും രാവിലെ നിർമ്മാല്യം ഇവിടെ ഇപ്പൊ അങ്ങനെയാണല്ലോ അല്ലെ. ഇവിടെ റൂം എടുക്കുക, ഫ്ലാറ്റ്, റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ ഫ്ലാറ്റ് എടുക്കുക. എന്തിനാണ് നീ മനസ്സിലായിട്ടില്ല? ഇപ്പോഴും മനസ്സിലായിട്ടില്ലാത്ത ഒരു സത്യ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ടെൻഷൻ, ഗുരുവായൂർ വന്ന് താമസിച്ചിട്ടാ ടെൻഷൻ. ഒന്നും വേണ്ടെന്നേ, ഒന്നും വേണ്ട. നമ്മൾ ഈ ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിന്റെ ശാന്തതയ്ക്കൊന്നും ഒരു സ്ഥലത്തും പോകണ്ട. നമ്മൾ ഈ സത്യത്തിനെ ഒന്ന് ഉറപ്പിച്ചാൽ മതി. നമ്മളുടെ വിഷമത്തിന്റെ കാരണം ഈ ഒരു അജ്ഞതയാണ്. നമുക്ക് ഈ ഒരു സത്യത്തെ എന്തെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര അതാണ് ആനന്ദം എന്ന് പറയുന്നത് അല്ലേ? സച്ചിദാനന്ദ രൂപായ, ആരെയും നമസ്കരിക്കുന്നത്? സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ എന്ന മഹാത്മ്യത്തിന്റെ ആദ്യത്തെ ശ്ലോകം. ആരെ നമസ്കരിക്കുന്നത്? നമ്മളെ തന്നെ നമസ്കരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോകം എന്ന് ഞാൻ പറഞ്ഞു. ലോകം എന്താണ്? ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത് എന്താണോ അതാ ലോകം. വിശ്വോൽപത്യാദി ഹേതവേ, വിശ്വത്തെ ഉണ്ടാക്കുന്നതും വിശ്വത്തെ നിലനിർത്തുന്നതും വിശ്വത്തെ സംഹരിക്കുന്നതും ഇല്ലാണ്ടാക്കുന്നതും, ഇതൊക്കെ എന്താ ഈ വിശ്വം എന്ന് പറഞ്ഞാല്? നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും ഈ വിശ്വം. അതിന് കാരണമായിട്ടുള്ള ആരാ? നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ, ആ സത്തിനെ നമ്മുടെ ചിത്തം കൊണ്ട് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ഒരു അനുഭൂതി, അതാണ് മനുഷ്യ ലക്ഷ്യം. അതാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ കൃഷ്ണനായിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ആ ഗുരുവായൂരപ്പനായിട്ട് കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള കൃഷ്ണൻ? താപത്രയ വിനാശായ. അത് മനസ്സിലാക്കിയ താപത്രയില്ല. അപ്പൊ ആ ഭാവം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നാമസങ്കീർത്തനം സർവപാപ പ്രണാശനം കിട്ടണമെങ്കിൽ, നമ്മളുടെ ദുഃഖം കുറയണമെങ്കിൽ, നമ്മളുടെ ടെൻഷൻ കുറയണമെങ്കിൽ നമ്മളൊന്ന് മാത്രം ചിന്തിക്കണം. ഇനി വേറെ എത്ര വലിയ സത്രത്തിലോ ഇനി വലിയ സന്യാസിമാരുടെ അടുത്ത് പോയി നമസ്കരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അവിടെ പോകുമ്പോഴും നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അതിന് നമുക്ക് സഹായകമായിട്ടുള്ളതാണ് ഈ ഗ്രന്ഥങ്ങൾ. ഞാൻ പറയുന്നത് ആ രീതിയിൽ ഭാഗവതത്തെ വീക്ഷിക്കണം. ഭാഗവത്തിലെ യഥാർത്ഥമായിട്ടുള്ള അതാണ് ആദ്യത്തെ ശ്ലോകം തന്നെ, അതാണ് അല്ലേ? പരമമായിട്ടുള്ള സത്യം നിരസ്ത കുഹകം
സത്യം പരം ധീമഹി എന്ന് പറയുന്നില്ലേ, ആ അത് തന്നെ യഥാർത്ഥത്തില് ഈ പരമമായിട്ടുള്ള എന്താണ് ആ ഭാവമാണ് ശരിക്കും. പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് അതാണ്. ആ സത്യത്തെ മനസ്സിലാക്കൽ തന്നെയാണ് ശരിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടെൻഷനേ ഇല്ല അല്ലേ. കൽപ്പുഴമ്പൂരി വിദ്യാപീഠത്തിലെ കൽപ്പുഴമ്പൂരി ഗുരുവായൂർ തൊഴാനൊക്കെ വരും. അപ്പൊ അദ്ദേഹം എങ്ങനെയാ വെച്ചാല് കുട്ടികളാണ് കൊണ്ടുവരുന്നത്. അപ്പൊ കൊണ്ടുവരുമ്പോ വെച്ചാൽ തലേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ഗുരുനാഥനാണ് ഈ തന്ത്രവിദ്യാപീഠത്തിലെ മഹാത്മാവായിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പോരുമ്പം കുട്ടികളും കാണും. കുട്ടികളാണ് പിന്നെ എന്താണ് പൽപ്പൊടി എടുത്ത് വെക്കുക, ഇർക്കിലി എടുത്ത് വെക്കുക, ഇതൊക്കെ എടുത്ത് വെക്കും. എല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ വന്ന് തൊഴുതിട്ട് അങ്ങനെ കുറച്ച് ഇപ്പൊ അവിടുന്ന് ആലുവയിൽ നിന്ന് വരുമ്പോഴത്തേക്കും പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ബസ്സിനൊക്കെ വരുമ്പോഴത്തേക്ക് അത്ര ബുദ്ധിമുട്ടല്ലേ. അത്ര വലിയ കാര്യമായിട്ടോ ഒരു ദിവസത്തെ ഒരുക്കാം പിറ്റേ ദിവസം പോകുന്നതിന്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അന്നേനി പോകാം, എന്നേനി പോകാം, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്രയും വലിയ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇപ്പൊ അകത്തൊന്നും കാണണ്ട എന്ന് പറഞ്ഞ അപ്പൊ അതൊക്കെ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും അദ്ദേഹത്തിന് ഇതൊന്നും അറിയാമല്ലോ, നമ്മൾ അങ്ങനെ പറയുള്ളൂ അല്ലെ, ശരിയല്ലേ? എന്നാ സത്യത്തിൽ അതല്ല. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ ഗുരുവായൂർ വരുന്നത് ഗുരുവായൂരപ്പനെ കാണാനല്ല വരുന്നത്. പിന്നെ എന്തിനാണ്? ഗുരുവായൂരപ്പൻ എന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് വരുന്നതെന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല. ഗുരുവായൂരപ്പൻ എവിടെയായിരുന്നു, നമ്മൾ എവിടെ ഇരുന്നാലും നമ്മളെ കാണും അല്ലേ, തീർച്ചയായിട്ടും. അപ്പൊ ഏതൊരു ഇതിന്റെ ഉദ്ദേശം നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത് എന്ന് പറയാണ്. അതിൽ ഒരിക്കലും ടെൻഷനും അടിക്കണ്ടാന്ന് ഞാൻ പറയുന്നത് അതാണ് അല്ലേ. ഇപ്പൊ സത്യത്തിൽ ചിലപ്പോൾ ഈ ഒരു സത്സംഗമായിരിക്കാം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഗുരുവായൂർ അല്ലേ, ആലോചിച്ച് നോക്കൂ അല്ലേ. ഇന്നത്തെ ഗുരുവായൂരപ്പൻ ചിലപ്പോൾ ഇതായിരിക്കും. ഗുരുവായൂരപ്പൻ വേറൊരു വഴിയിൽ നമ്മുടെ അടുത്തേക്ക് വന്നു, ചിന്തകളിലൂടെ നമ്മുടെ ഇതിലേക്ക് എത്തുകയാണ്. എത്ര സമാധാനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ അല്ലേ. അങ്ങനെ ഞാൻ പറയുന്നത് അതാണല്ലോ ഇപ്പൊ ഭഗവതി തന്നെ പറയുന്നത്, നമ്മൾ വലിയ ദുഃഖവും ദുരിതവും ഒക്കെ എല്ലാ പരിഭവങ്ങളും ഒക്കെ ഓരോരുത്തരോട് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം കേൾക്കുമ്പോഴത്തേക്ക് എന്താണ്, അവന്റെ അർത്ഥശൂന്യതയാണ് ശരിക്കും. വെച്ചാൽ അവന്റെ അജ്ഞതയാണ് ശരിക്കും ദുഃഖത്തിന് കാരണമായിട്ടുള്ളത്. അറിവില്ലായ്മയാണല്ലോ ശരിക്കും അല്ലെ. ഇതല്ലേ ഈ സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുഗ്ധര ഭവാർണവൾ. അതിന്റെ അർത്ഥം എന്താ ശരിക്കും? സംസാരമാകുന്ന അല്ലെ സാഗരം. ഈ സാഗരത്തില് ഞാൻ നീന്തുന്ന സമയത്ത് തന്നെ എന്താണ് കർമ്മമാകുന്ന മുതല വന്ന് പിടിക്കുക. എന്താ ഈ കർമ്മം? ഇതാ കർമ്മം. ഏത്? എനിക്ക് അല്ലെ മുമ്പിൽ പോയി തൊഴണം, എനിക്ക് അരമണിക്കൂർ അവിടെ മുമ്പിൽ നിൽക്കണം, കാണണം, പിടിക്കണം, ഇതൊക്കെ കർമ്മം. ഇതാ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുന്ന അഹംഭാവവും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ പോലെ ഇതാണ് കർമ്മം. എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ദുഃഖങ്ങൾ, അറിവില്ലായ്മ കൊണ്ടാണ് ദുഃഖങ്ങൾ എന്ന് പറഞ്ഞു. ദാമ്പത്യത്തിന്റെ ദുഃഖങ്ങള്, അച്ഛനമ്മമാര്, മുത്തശ്ശൻ മുത്തശ്ശിമാര്, ഗുരുനാഥന്മാര്, ശിഷ്യന്മാര് അല്ലെ, അതുപോലെ തന്നെ അച്ഛനമ്മമാര്, മക്കള്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി നമുക്കിതാ ഇനി ഭാഗവതോ അല്ലെങ്കിൽ നാരായണിയോ പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷ തന്നിഷേധം പ്രപദ്യേ നാനാഭാവൈർ ലീലയൈവോപപന്നേർദേവാൻ സാധൂൻ ലോകസേതൂൻ വിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ സപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോ ഗ്രേണാത്യുൽബ്രണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ താവത്താവോ ദേഹിനാം തേഘ്രിമൂലം. എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ദുഃഖങ്ങൾ, അറിവില്ലായ്മ കൊണ്ടാണ് ദുഃഖങ്ങൾ എന്ന് പറഞ്ഞു. ദാമ്പത്യത്തിന്റെ ദുഃഖങ്ങള്, അച്ഛനമ്മമാര്, മുത്തശ്ശൻ മുത്തശ്ശിമാര്, ഗുരുനാഥന്മാര്, ശിഷ്യന്മാര് അല്ലെ, അതുപോലെ തന്നെ
അച്ഛനമ്മമാരെ മക്കള് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി നമുക്കിതാ ഇനി ഭാഗവതോ അല്ലെങ്കിൽ നാരായണിയോ പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷ തന്നിഷേധം പ്രപദ്യേ നാനാഭാവൈർ ലീലയൈവോപപന്നേർദേവാൻ സാധൂൻ ലോകസേതൂൻ വിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോ ഗ്രേണാത്യുൽബ്രണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ താവത്താവോ ദേഹിനാം തേഘ്രിമൂലം സേവേരൻ യാവദാശാനുബദ്ധ താവത്താവോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.